AKG സെന്ററിൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുകയാണ്. വെറും രാഷ്ട്രീയം കളിച്ച് പിണറായി വിജയൻ നശിപ്പിക്കുന്ന ഒരു പദ്ധതിയുണ്ട്. ഗതാഗത വകുപ്പിന് ഏറെ പ്രയോജനം ചെയ്യുന്ന PM ഇ-ബസ് സേവാ പദ്ധതി. ആന്റണി രാജു തിരിഞ്ഞും തിരുവഴിക്കും നോക്കാതെ ഇരുന്ന ഈ പദ്ധതിക്ക് ഗണേഷ് കുമാർ പച്ചക്കൊടി കാണിക്കുമോ എന്ന ഭയത്തിലാണ് ഇപ്പോൾ പാർട്ടിയും സർക്കാരും. കാരണം തിരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ ഇ-ബസ് സേവാ പദ്ധതി നടപ്പാക്കിയാൽ അതിന്റെ ക്രെഡിറ്റ് കേന്ദ്രത്തിന് പോകും. അത് CPM വെച്ചു പൊറുപ്പിക്കില്ല. കാരണം അവർക്ക് ക്ഷീണമാകുമല്ലോ. KSRTCയെ രക്ഷിച്ചെടുക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് ഗണേഷ് കുമാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പിണറായിക്ക് പേടി തുടങ്ങി ഗണേഷ് മോദിക്ക് കൈ കൊടുക്കുമോ എന്ന്. പൊതുഗതാഗതം മെച്ചപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച PM ഇ-ബസ് സേവാ പദ്ധതി നടപ്പാക്കാൻ ബീഹാറും പഞ്ചാബും അടക്കം 10 സംസ്ഥാനങ്ങൾ ഒരുങ്ങുമ്പോൾ രാഷ്ട്രീയ താൽപര്യത്തിന്റെ പേരിൽ മുഖം തിരിക്കുന്ന കേരളത്തിന് കനത്ത തിരിച്ചടിയാണ്. ഗതാഗത വകുപ്പ് അനുമതി നൽകിയിട്ടും ധനവകുപ്പ് ഉടക്കിട്ടതോടെ സംസ്ഥാനത്തിന് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട 950 ഇലക്ട്രിക് ബസ്സുകളുടെ കാര്യം അനിശ്ചിതത്വത്തിലാണ്. ഗണേഷിന്റെ തീരുമാനം എന്താകും? അതിലാണ് കേരളം ഉറ്റുനോക്കുന്നത്. കേരളത്തിന് അവകാശപ്പെട്ടതാണ് പിണറായി വിജയൻ ഇട്ട് തട്ടിക്കളിക്കുന്നത്. പുതിയ ഗതാഗത മന്ത്രി പിണറായി വിജയനെ പോലും അനുസരിക്കാൻ തയ്യാറാകാത്ത ആളാണ്. KSRTC വരുമാനത്തിൽ ആരും കണ്ണുവെക്കണ്ട എന്ന് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുൻപ് തന്നെ പ്രഖ്യാപിച്ച ആളാണ് ഗണേഷ് കുമാർ. ബസ്സുകൾ സ്വീകരിക്കാൻ ഗണേഷ് തയ്യാറായാൽ അത് CPMന് മുഖത്തേൽക്കുന്ന അടിയാകും. തിരഞ്ഞെടുപ്പ് അടുക്കുന്നത് കൊണ്ടാണ് CPMന് വെപ്രാളം. കാരണം വന്ദേ ഭാരത് കൊണ്ടുവന്ന് ഒരു വലിയ രാഷ്ട്രീയം കളിച്ചിരുന്നു മോദി സർക്കാർ. പിന്നാലെയാണ് ഈ ബസ്സുകൾ കൊണ്ട് മറ്റൊരു രാഷ്ട്രീയത്തിന് കൂടി കളമൊരുക്കിയത്. എന്നാൽ കേരളം ഇതിന് പുറംതിരിഞ്ഞു നിന്നതോടെ ഈ പദ്ധതി കൃത്യമായി നടപ്പാക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇപ്പോഴും ആ പദ്ധതിയുമായി കേരളത്തിൽ വട്ടം ചുറ്റുകയാണ് കേന്ദ്ര സർക്കാർ. ഗതാഗത മന്ത്രിയായി ഗണേഷ് കുമാർ കയറിയതോടെ രാഷ്ട്രീയം നോക്കാതെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യമാണെങ്കിൽ അതിൽ നല്ല തീരുമാനം എടുക്കുന്ന ആളാണ് ഗണേഷ്. അതുകൊണ്ടുകൂടിയാണ് പിണറായിക്ക് ഇപ്പോൾ വെപ്രാളം തുടങ്ങിയിരിക്കുന്നത്. ഇതിൽ വലിയൊരു കാര്യം എടുത്തു പറയേണ്ടത് തൃശൂരിൽ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് സാധ്യതയുണ്ടെന്ന തരത്തിൽ വലിയ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ ഈ ബസ് പദ്ധതി നടപ്പാക്കിയാൽ അത് സുരേഷ് ഗോപിക്ക് കൂടുതൽ മൈലേജ് ഉണ്ടാക്കും. അത്തരമൊരു സാഹചര്യം വളർത്തിയെടുക്കാൻ CPM തയ്യാറാകില്ല. എങ്ങനെയെങ്കിലും സുരേഷ് ഗോപിയെ താഴെയിടാനുള്ള നീക്കമാണ് CPM നടത്തുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ പദ്ധതി നടപ്പാക്കാൻ ഒരിക്കലും പിണറായി വിജയൻ സമ്മതിക്കില്ല.